നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടത്തി പോലെ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങളും. അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അതിനിടയിൽ ആശ്വാസമായിട്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിപണിയിലെത്തിയത്. അതുകൊണ്ട് ഇരുകൈ നീട്ടിയാണ് മലയാളികൾ ഭാരത് അരിയെ സ്വീകരിച്ചതും. ഇപ്പോൾ FCI ഗോഡൌണുകളിൽ സംഭരിച്ച് പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന അരിയുടെ വിതരണം കേന്ദ്രം നേരിട്ട് ഏറ്റെടുക്കും. ഈ അരി സംസ്ഥാന ഏജൻസികൾക്ക് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തെ കേരളം എതിർക്കും. പൊതുവിപണിയിൽ സംസ്ഥാനം ഇടപെടുന്നത് തടയാനാണ് ഈ നീക്കമെന്ന് ആരോപണം. സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെയും തീരുമാനം ബാധിച്ചേക്കും. ഭാരത് ബ്രാൻഡിൽ രാജ്യത്ത് എല്ലായിടത്തും വിൽക്കാനായി കേന്ദ്ര സർക്കാർ ഏജൻസികളായ നാഫെഡ്, കേന്ദ്രീയ ഭണ്ഡാർ, ദേശീയ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ എന്നിവയ്ക്ക് അരി കൈമാറണമെന്നാണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച് FCI ചെയർമാന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യ മന്ത്രാലയം കത്തയച്ചു. ഭാരത് ബ്രാൻഡിന് വേണ്ടിയാണ് ഇതെന്നാണ് ആരോപണം. ഈ വിഷയം ദേശീയ തലത്തിൽ കേരളം ചർച്ചയാക്കും. FCI ഗോഡൌണുകളിൽ സംഭരിക്കുന്ന അരിക്ക് കേന്ദ്രം ടെൻഡർ ക്ഷണിക്കുമ്പോൾ സപ്ലൈകോ അടക്കം ടെൻഡറിൽ പങ്കെടുത്ത് അരി നേടുമായിരുന്നു. ഓരോ മാസവും ഇത് നടക്കും. ഇതാണ് മാറ്റുന്നത്. 18 രൂപ 59 പൈസയ്ക്ക് അരി തങ്ങൾക്ക് കിട്ടിയാൽ 22 രൂപയ്ക്ക് വിറ്റ് കാണിച്ചു തരാമെന്ന് കേരള ഭക്ഷ്യവകുപ്പിന്റെ നിലപാട്. കേന്ദ്രം കൊള്ള ലാഭം എടുക്കുന്നു എന്നതാണ് ആക്ഷേപം. വിഷയം ചർച്ചയാക്കി കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കാനാണ് തീരുമാനം. ജനുവരി 18 അയച്ച കത്തനുസരിച്ച് ആദ്യഘട്ടത്തിൽ 2.5 ലക്ഷം ടൺ അരിയാണ് ഈ ഏജൻസികൾക്ക് കൈമാറിയത്. ഇതിനനുസരിച്ചാണ് കേരളത്തിലടക്കം ഭാരത് ബ്രാൻഡ് അരി വിതരണം ചെയ്യുന്നത്. FCI ഗോഡൌൺ വഴി സംഭരിച്ച് കേരളത്തിൽ അരി വിതരണം ചെയ്തിരുന്ന സപ്ലൈകോയെ വമ്പൻ പ്രതിസന്ധിയിലാക്കും. വിപണി ഇടപെടലും അസാധ്യമാകും. സപ്ലൈകോ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകും. ആദ്യഘട്ടത്തിൽ നാഫെഡ് 1,25,000, കേന്ദ്രീയ ഭണ്ഡാർ 75,000, NCCF 50,000 ടൺ അരിയാണ് സംഭരിക്കാൻ നിർദ്ദേശിച്ചത്. ഭാരത് ബ്രാൻഡ് അരി വിൽപ്പന എങ്ങനെയെന്ന് വിശദീകരിച്ചുള്ള രണ്ടാമത്തെ കത്ത് FCI ചെയർമാന് പുറമെ 3 കേന്ദ്ര ഏജൻസികളുടെ MDമാർക്കും കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം ജനുവരി 30 അയച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എല്ലാ വിഭാഗവും ഉപഭോക്താക്കൾക്കായി 5 ലക്ഷം ടൺ അരി ഏറ്റെടുത്ത് വിതരണം ചെയ്യാനും ആദ്യഘട്ടത്തിൽ 2.5 ലക്ഷം ഇത്തരത്തിൽ ഏറ്റെടുക്കാനുമാണ് നിർദ്ദേശം. മാർച്ച് 31 വരെയാണിത്. ഇതിന് കിലോഗ്രാമിന് 24 രൂപ വില കണക്കാക്കി. അതിൽ കിലോഗ്രാമിന് 5 രൂപ 41 പൈസ കേന്ദ്രം തന്നെ 3 ഏജൻസികൾക്കും സബ്സിഡി ഇളവും അനുവദിച്ചു. ഇതനുസരിച്ച് കിലോഗ്രാമിന് 18 രൂപ 59 പൈസ പ്രകാരം ഏജൻസികൾക്ക് അരി ഏറ്റെടുക്കാം. ഇതാണ് പരമാവധി 29 രൂപയിൽ കവിയാത്ത വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത്. ഇതിലൂടെ കേന്ദ്രത്തിന് ലാഭവും കിട്ടുന്നു. സംഭരണത്തിനും മറ്റ് ഏജൻസികൾക്കും വേണ്ടി വരുന്ന ചെലവ് കൂടി കണക്കാക്കിയാണ് ഈ ഒരു തുക കേന്ദ്രം നിശ്ചയിച്ച് നൽകിയത്. GST അടക്കമുള്ള ചെലവുകളെല്ലാം ചേർത്താൽ 33 രൂപ കൈകാര്യ ചെലവ് ഏജൻസികൾക്ക് വരുമെങ്കിലും 29 രൂപ സബ്സിഡി നിരക്കിൽ വിൽക്കണമെന്ന് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഭാരത് അരി അങ്ങനെ വിലയിരുത്തുന്നത്. FCIയുടെ പക്കൽ സ്റ്റോക്കുള്ള അസംസ്കൃത അരി മാർച്ച് 31 3 ഏജൻസികൾക്ക് വഴി മാത്രം വിതരണം ചെയ്യാനാണ് നിർദ്ദേശം. ഭാരത് അരിയായി ഇപ്പോൾ വിൽക്കുന്നത് വെള്ള അരിയാണെങ്കിലും ചുവന്ന അരിയും FCIകളിലുണ്ട്. അത് മറ്റ് ഏജൻസികൾക്ക് നൽകുന്നില്ല. ഇതോടെ അരി വിപണിയിൽ സംസ്ഥാന ഇടപെടലിന് കഴിയാത്ത അവസ്ഥ വരും.